ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. നാടക ട്രൂപ്പ് വളരും, ശമ്പളം വർദ്ധിക്കും, സിനിമ എന്നൊരു പുതിയ കലാരൂപം മലയാളത്തിൽ പച്ച പിടിച്ചു വരുന്നു, അവിടെയും അവസരം ലഭിക്കും. എല്ലാം സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെയും സമ്പന്നരുടെയും ചിറകിൻ കീഴിൽ വളർന്നു പന്തലിച്ച മറ്റ് നാടക ട്രൂപ്പുകൾക്ക് മുമ്പിൽ ഞങ്ങളുടെ കൊച്ചു കളിയരങ്ങ് ആടിയുലഞ്ഞു. ഒരു കുഞ്ഞിപ്പാലു, അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ നാടക മുതലാളി. എന്റെ പെമ്പറോത്ര കരുത്ത കിടന്ന 3.5 പവനത്തിന്റെ പിന്നുമാല, അവക്കടെ കാതി കിടന്ന 1.25 പവനത്തിന്റെ കുണുക്ക് മേക്കാമുദ്രേ, അവക്കടൊപ്പം ശ്രീനായിട്ട് തന്ന ഈട്ടിയുടെ കട്ടിലെ തേക്കിന്റെ അലമാര വിറ്റു. എന്നിട്ടും തികഞ്ഞിട്ട് എന്റെ അപ്പനോട് ഞാൻ പിടിച്ചു പറിച്ചു വാങ്ങിയ 10 സെന്റ് ഭൂമി, ആ ഭൂമി കോഴിക്കത്തതാണ് പണയം വെച്ചിട്ടാ ഈ നാടകമ്പനി തുടങ്ങി. എന്നിട്ടിപ്പോ എന്തായി? ഒറ്റ ബുക്കിംഗ് ഇല്ല. ഞാനും എന്റെ പെമ്പറോത്തി മക്കളും ഞൊട്ടിയോ? പറയണ നീ ഞൊട്ടിയോ? മുതലാളി, വെറും കച്ചവടമായിട്ട് നാടകം പോലെ കലാരൂപത്തെ കാണരുത്. അത് കാണാൻ പാടില്ലല്ലോ. ഈ ഘട്ടത്തിൽ നമ്മളൊന്ന് പിടിച്ചു നിന്നാൽ രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഉറപ്പില്ല, ഇത് പൂട്ടും. കുഞ്ഞലക്ഷ്മി വിഷമിക്കുന്ന മാതിരി ഒന്നുമില്ല. നാടക ട്രൂപ്പ് ഇത് മാത്രമല്ലല്ലോ, നമുക്ക് മറ്റുള്ളിടത്തും ശ്രമിക്കാം. ഇനി ശ്രമിച്ചിട്ട് എന്തിനാ? റിഹേഴ്സലും കഴിഞ്ഞ് എല്ലാവരുടെയും സീസണും ആയില്ലേ? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. തൽക്കാലം കൊണ്ട് പിടിക്കും. എന്താ ഇത്? എവിടുന്നാ കാശ്? വെറും കൈമിച്ച് താനങ്ങനെ വീട്ടിലോട്ട് കയറിച്ചില്ലെന്നേ. ഈ കാശ് കൊണ്ട് 1 മാസം ഒന്ന് പിടിച്ചു നിൽക്ക്. അപ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. വാച്ച് എവിടെ? വാച്ച് ഇപ്പൊ അത്ര സമയനിഷ്ഠയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. തെണ്ടും നാടക ട്രൂപ്പുകളിലൊക്കെ നടന്നു തെണ്ടും. നാടകത്താവണ്ട, സംവിധായകനാകണ്ട, നായകനും സഹനടനുമാവണ്ട, കട്ടം വലിക്കാവല്ലോ, പ്രോംപ്റ്റ് ചെയ്യാവല്ലോ. അടുക്കള കോമാളിക്കും വിദൂഷക വേഷത്തിനൊരു പനി വന്ന് കിട്ടിയാൽ പകരക്കാരനായിട്ടെങ്കിലും കയറല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ലടാ. ചന്തമുക്കിലെ ഇറച്ചിക്കയുടെ പുറകിലെ എനിക്കൊരു ചവിട്ടുപ്രസുള്ള കാര്യം നിനക്കറിയാലോ. നാടകത്തിന് മുൻപ് ഞാനൊരു സായാഹ്ന പത്രം നടത്തിയിരുന്നു, കുന്നംകുളം ടൈംസ്. സാധനത്തിന് തീരെ ചെലവില്ലാതെ വന്നപ്പോ ഞാൻ മറ്റേ സൈസ് നല്ല ചൂടൻ സാധനങ്ങൾ കയറ്റിവിട്ടു, നാട്ടിലെ കൊള്ളാവുന്നതിനെ കുറിച്ച്. മാത്തച്ഛ മുതലാളിയും പോലീസും കൂടെ കൂടി അടിച്ചെന്റെ നടുവൊടിച്ചു, ഡ്രസ് പൂട്ടി. പിന്നെ ആ നാടകക്കമ്പനി തുടങ്ങിയത് ദാ ഇപ്പൊ അതും പൂട്ടി. ചത്ത് കിടക്കുന്ന ആ പ്രസ്സും പത്രവും നമുക്കൊന്ന് ജീവിപ്പിക്കണോടോ. വാശിയല്ല, ഒരു മുതലാളി ഉദ്ദേശിക്കുന്ന മാതിരി എഴുതാനുള്ള കഴിവെനിക്കില്ല. എനിക്കറിയത്തില്ല. മറ്റേ സൈസ് അല്ലടോ, നല്ല പത്രം. ഇന്നത്തെ വമ്പൻ പത്രങ്ങളോട് മത്സരിച്ച് അതൊന്നും വിജയിക്കത്തില്ല മുതലാളി. താൻ വിജയിക്കോടോ. ഞാൻ തോറ്റത് എന്റെ വിവരക്കേടുകൊണ്ടല്ലേ. താൻ അങ്ങനെ അല്ലാലോ, അക്ഷരം അറിയാവുന്നവനല്ലേ. വയസ്സായടോ. ഇരി. മലപ്പുറത്തുനിന്ന് നാടകം കളിച്ചപ്പോ ഉണ്ടായ നെഞ്ചുവേദന വായുവിലക്കൊന്നും അല്ലായിരുന്നേ. ഹാർട്ടെന്നോ അറ്റാക്കെന്നോ ഒക്കെ പറയും. ഇനി ഒരെണ്ണം കൂടി വന്നാല് ഈ കുഞ്ഞിപ്പാലും ഇല്ല. വെല്ലൂരിലും മദ്രാസിലും ഒക്കെ പോയാല് ചികിത്സ ഉണ്ടെന്നാ പറയുന്നേ. കൊച്ചിങ്ങ കരി വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത മുതലാളി വിചാരിച്ചാലേ അതൊക്കെ നടക്കോളൂ. ഇട്ടിക്കുരുവിന്റെ കാര്യം ആലോചിച്ചാ എനിക്ക് വിഷമമൊന്നുമില്ല. ചെറുതാണെങ്കിലും എടുത്തെറിഞ്ഞ പണം കൊണ്ട് ഞാൻ പൊങ്ങും. ഇപ്പൊ സിനിമാ തിയേറ്ററിൽ പോയിരിക്കുക പാട്ടുപുസ്തകം കടലേ വിൽക്കാൻ. അവന്റെ ഇര അവൻ തേടിക്കോളും. എന്റെ അന്നാമ്മയ്ക്കിപ്പോ വയസ്സ് 18 കഴിഞ്ഞു. ചവിട്ട് പ്രസ് മാത്രമല്ലടോ, തട്ടിപ്പോണതിന് മുമ്പ് എന്റെ അന്നാമ്മയെ കൂടി എനിക്ക് തന്നെ ഏൽപ്പിക്കണം. ചതിയനാണ് ഞാൻ. തുരുമ്പിച്ച ഒരു ചവിട്ട് പ്രസും അക്ഷരം തെളിയാത്ത 50 കിലോ അച്ഛൻ കണ്ടപ്പോ കുഞ്ഞുലക്ഷ്മിയെ ഞാൻ മറന്നു. ഗർഭിണിയായ എന്റെ കുഞ്ഞുലക്ഷ്മിയെ ഞാൻ ചതിച്ചു. വളർച്ചയുടെ പടവുകൾ താണ്ടി ആ പഴയ ഔസേപ്പച്ചൻ PT ജോസഫ് ആയപ്പോ വേദനയോടെ, പിന്നെ ആശ്വാസത്തോടെ കുഞ്ഞുലക്ഷ്മിയെ മറന്നു. എന്റെ മകൻ അരവിന്ദനെ മറന്നു.